തീയിലും മായയിലും മറഞ്ഞ ദൈവം കാന്താര മടങ്ങിയെത്തുമ്പോൾ കനലിൽ ആടിത്തിമിർക്കുന്ന തീച്ചാമുണ്ടി പോലെ, എരിയുന്ന തീയിലേക്ക് മേലേരി ചാടുന്ന തെയ്യം പോലെ, തുളുനാടൻ വിശ്വാസത്തിന്റെ തീച്ചൂളകളിൽ നിന്ന് ഋഷഭ് ഷെട്ടി ഊതിക്കാച്ചിയെടുത്ത ദൃശ്യവിസ്മയമാണ് കാന്താര. സിനിമ കാണാനെത്തുന്ന പ്രേക്ഷകന് ദൃശ്യം കൊണ്ടും ശബ്ദം കൊണ്ടും സംഗീതം കൊണ്ടും വിശാലമായ വലിയ വെള്ളിത്തിരക്ക് മുന്നിൽ വിസ്മയിപ്പിച്ചിരുത്തുകയാണ് സിനിമ. ആദ്യാവസാനം അഗ്നിത്തോറ്റം പാടി ഉറഞ്ഞാടി തിമർന്ന് അതിലേക്ക് വലിച്ചെടുക്കുന്ന തെയ്യം പോലെ കാന്തികമായ ഒരനുഭവമായിരുന്നു കാന്താര. സന്തോഷവും സമാധാനവും തേടി ഉറങ്ങുന്ന ഒരു രാജാവും അയാൾക്ക് അവ വരമായി നൽകുന്ന ഇരുണ്ട കാന്താരത്തിലെ കല്ലിലെ പഞ്ചുരുളി എന്ന ദൈവസങ്കല്പവും ഈ കഥയിൽ നിലയുറപ്പിച്ചാണ് സിനിമ നിലത്തിന്റെ രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിച്ചത്. ഒന്നാം ഭാഗം പ്രേക്ഷകനെ ത്രസിപ്പിച്ച് അടുത്ത ഭാഗം എപ്പോൾ എന്ന ചോദ്യം അവരെ കൊണ്ട് തന്നെ ചോദിപ്പിച്ചു. രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം തുടങ്ങിയ നാൾ മുതൽ ദുരന്തങ്ങളും വിവാദങ്ങളും സിനിമയെ പിന്തുടർന്നു. സിനിമയിൽ പ്രധാന വേഷം അവതരിപ്പിക്കുന്ന രാകേഷ് പൂജാരിയും മലയാളി താരം VK നിജുവും മറ്റൊരു വേഷം അവതരിപ്പിക്കേണ്ട മലയാളി തെയ്യം കലാകാരൻ MF കപിൽ മുങ്ങി മരിച്ചു. ജൂനിയർ ആർട്ടിസ്റ്റുമാർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് 20ലധികം പേർക്ക് പരിക്കേറ്റു. ഏറ്റവും ഒടുവിൽ ശിവമോഗ ജില്ലയിലെ മസ്തികേട്ട മേഖലയിലെ മണിജല സംഭരണിയിലെ ചിത്രീകരണത്തിനിടെ ബോട്ട് മറിഞ്ഞു. നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടിയും 30 അണിയറ പ്രവർത്തകരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇവയെല്ലാം അശുഭ സംഭവങ്ങളെന്നും ദുർനിമിത്തങ്ങൾ എന്നുമാണ് സമൂഹ മാധ്യമത്തിലെ ഒരു കൂട്ടം വിശ്വാസികൾ വിളിച്ചത്. പഞ്ചുരുളിയുടെ കോപം എന്ന് തുറന്നടിച്ച് പറഞ്ഞവരുണ്ട്. സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും ഉയർന്നു വന്നു. കർണാടകയിലെ ഷേരൂരു ഗ്രാമത്തിനോട് ചേർന്നുള്ള ഗവിഗുഡ കാട്ടിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരുന്നു. ഈ ഷൂട്ടിംഗ് കാരണം മേഖലയിൽ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സംഭവിച്ചിരുന്നതായി പ്രദേശവാസികളുടെ പരാതിയുണ്ടായി. 3 വർഷങ്ങൾക്കും 250 ദിവസത്തെ അക്ഷീണ പ്രയത്നത്തിനും ശേഷം ഋഷഭും സംഭവവും കാന്താരയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി. താൻ വിശ്വസിച്ചു വന്ന ദൈവം തന്നെ കൈവിട്ടില്ല എന്ന് സംവിധായകൻ ആശ്വാസം കൊണ്ടു. പഞ്ചുരുളിക്ക് പൂജ നടത്തി. ട്രെയിലർ റിലീസിന് പിന്നാലെ മറ്റൊരു വിവാദം കൂടി ഉടലെടുത്തു. കാന്താര ടെംപ്ലേറ്റിൽ ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ തരംഗമായി. അതിൽ കാന്താര കാണാൻ എങ്ങനെ തയ്യാറെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായി കാണികൾ ഒരു ദിവ്യ വ്രതം എടുക്കണം. മദ്യപിക്കാതിരിക്കുക, പുകവലിക്കാതിരിക്കുക, മാംസാഹാരം കഴിക്കാതിരിക്കുക. തിയേറ്ററുകളിൽ സിനിമ കാണാൻ എത്തും വരെ ഇവ 3 പാലിക്കണം. ചുമ്മാ വ്രതം എടുത്താൽ മാത്രം പോരാ. ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് ഒരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും തയ്യാറാക്കണം. സംഗതി കയറി കത്തിയപ്പോൾ വിശദീകരണവുമായി സംവിധായകൻ തന്നെ വാർത്ത ഫേക്ക് ആണെന്ന് വിശദീകരിച്ചു. വിശ്വാസങ്ങളും വിവാദങ്ങളും ചേർന്ന് കാന്താര പാൻ ഇന്ത്യൻ ലെവലിൽ ചർച്ചയായി. ആഗോള റിലീസായി എത്തിയ ചിത്രത്തിന് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും മികച്ച പ്രതികരണങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വൻ ഹിറ്റായ ആദ്യ ഭാഗത്തിനൊരു രണ്ടാം ഭാഗം ഒരുക്കുമ്പോൾ ഹൈപ്പ് ഉണ്ടാവുക സ്വാഭാവികമാണ്. പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് ഒരു രണ്ടാം ഭാഗം ഒരുക്കാൻ സംവിധായകൻ അത്യധികം കഷ്ടപ്പെടും. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരുപോലെ മികച്ചു നിൽക്കുന്നു എന്നതും ചിത്രത്തിന്റെ പ്രത്യേകതയായി പ്രേക്ഷകർ എടുത്തു പറയുന്നു. ഋഷഭ് ഷെട്ടിയുടെ പ്രകടനത്തിന് വലിയ അഭിനന്ദനങ്ങളാണ് ലഭിക്കുന്നത്. നായികയായി എത്തിയ രുക്മിണി വസന്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ചിത്രത്തിന്റെ VFX വർക്കിനും വലിയ പ്രശംസ ലഭിക്കുന്നുണ്ട്. ലോകനാഥിന്റെ സംഗീതവും അരവിന്ദ് കശ്യപിന്റെ ഛായാഗ്രഹണവും വലിയ പ്രശംസകളാണ് നേടുന്നത്. എന്തായാലും കാന്താര ചാപ്റ്റർ 1 സെക്കൻഡ് പാർട്ട് ഒരു വലിയ വിജയമാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ വിനീഷ് സൈനിങ് ഓഫ്. താങ്ക് യു.